ഹലോ ഗൈസ്, എനിക്ക് പിന്നെ കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ടും വൈഫൈ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് കുറച്ച് ഉത്സവം കാണാം, നമ്മുടെ നാട്ടിലെ ഉത്സവം കാണിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി അടുത്ത വർഷമേ ഉള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു ഉത്സവം കണ്ടിട്ട് വന്നാലോ? അപ്പം ഇന്നലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടി. എനിക്ക് വലിയ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത വർഷത്തെ ഉത്സവം നമുക്ക് ഈ വർഷം കണ്ടാലോ? അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്കൊരു നല്ലൊരു ഉയർച്ചയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മേളങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഒത്തിരി മിസ് ചെയ്യുന്ന നമ്മുടെ പ്രവാസികൾക്കും വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് പേര് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ ഏറെ പേർക്ക് മനസ്സിലാവണമെന്നില്ല, പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ ഇത് ഞങ്ങളുടെ ഗ്രാമദേവതയാണ്, ശ്രീ കാവിൽപ്പടിക്കൽ ദേവി ക്ഷേത്രത്തിലെ കുംഭകർണിയാണ്. ഞങ്ങൾ എന്താ പറയുന്നത്, ചിട്ടുകളങ്ങര ഭാവം മാവേലിക്കര അതല്ല, നമ്മൾ കായംകുളം ഹരിപ്പാടാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ചിട്ടുകളങ്ങര അമ്മയുടെ അതേ കുംഭഭരണി നാളിലാണ് നമുക്ക് ആഘോഷം. ശ്രീ കാവൽപ്പടിക്കൽ ദേവിയുടെ എഴുന്നള്ളിപ്പുണ്ട്. അതുകൂടെ അമ്മ കൂടാതെ 2 ദേവികളും കൂടെ യാത്ര ചോദിക്കുന്ന ധന്യമായ മുഹൂർത്തം, അവർ ഒന്നിക്കുന്ന മുഹൂർത്തം, ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ അതൊക്കെ എന്നല്ല. ആദ്യമൊന്നും ഈ പറയുന്ന തേരുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ അമ്മമാർക്ക് കൊടുത്തത് കുന്നേൽ ഗുരുമന്ദിരം, നമ്മൾ അവിടെ തന്നെ ഉള്ളതാണ്. അങ്ങനെയാണ് തോനെ ഓരോ കടക്കാർ കൊടുക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഒരുപാട് കുതിരകളും തേരുകളും അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടായിരുന്നു ഈ പ്രാവശ്യം ഉത്സവം കൊണ്ടാടിയത്. അതിമനോഹരമായിട്ട് നമ്മുടെ അമ്മ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഉത്സവം നമുക്ക് ഒരുപാട് മിസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചാൽ മാത്രം മനസ്സിലാകത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടതും കൂടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വോയിസോടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഇത് കാണണം കേട്ടോ. യാത്ര ചോദിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ദേവിയാണ് യാത്ര ചോദിക്കുന്നത്. അപ്പോൾ ദേവി പോയിട്ട് തിരിച്ച് അമ്മയ്ക്ക് കൊണ്ട് ഉടയാടയോ അല്ലെങ്കിൽ മാലയോ ഒക്കെ കൊടുക്കുന്ന ആ ഒരു ധന്യമായ ഒരു കാഴ്ചയുണ്ട്. അത് കാണാൻ തന്നെ ഒരു വല്ലാത്ത മനോഹാരിതയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ പോയി കഴിഞ്ഞ് യാത്രയെല്ലാം ചോദിച്ചിട്ട് അടുത്ത ആളാണ് വരുന്നത്, പൈലമ്മയാണ്. പിന്നെ ആ പൈലമ്മ പോയിട്ട് അത് ഭയങ്കര, അത് എല്ലാ വർഷവും പൈലമ്മയുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു എഴുന്നള്ളത്ത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. പോയിട്ട് തിരിച്ച് യാത്ര ചോദിക്കാനായിട്ട് പിന്നെയും വരും, പിന്നെയും പോവും. പിന്നെ പോയിട്ട് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എടുത്ത് ദേവിക്ക് കാവൽപ്പടിക്കൽ അമ്മയ്ക്ക് ചാർത്തും, എന്നിട്ട് കെട്ടിപ്പിടിക്കും. ഭയങ്കര ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത്, കാണണം. ആ കണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ, ആരും മിസ് ചെയ്യരുതേ. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.